Hello friends, welcome to my channel Open Book. ഇന്നത്തെ വീഡിയോ CA Inter All Syllabus ചാപ്റ്റർ 3ന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ ഓർ ചാനൽസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർസ്, നെറ്റ്വർക്ക് മാനേജ്മെന്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് മിക്കവാറും എക്സാമിന് MCQസോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ മീഡിയയും എന്തിന് യൂസ് ചെയ്യുന്നു, എവിടെ യൂസ് ചെയ്യണു, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, കുറച്ച് കീവേഡ്സ് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പഠിക്കേണ്ടത് ഗൈഡഡ് മീഡിയ ഓർ ബൗണ്ട് മീഡിയ ആണ്. ഗൈഡഡ് മീഡിയയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു കേബിളിൽ കൂടിയായിരിക്കും. ഈ കേബിൾ ഇല്ലാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയില്ല. ഗൈഡഡ് മീഡിയയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ട്വിസ്റ്റഡ് പെയർ വയർ ആണ്. ട്വിസ്റ്റഡ് പെയർ വയർ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. വീട്ടിൽ ലാൻഡ് ലൈൻ ഫോൺ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്നത് ഈ ട്വിസ്റ്റഡ് പെയർ വയർ യൂസ് ചെയ്താണ്. ലെഫ്റ്റ് സൈഡിലെ പിക്ചർ അതിന്റെ ഇലിസ്ട്രേഷൻ ആണ്, റൈറ്റ് സൈഡിൽ ഒറിജിനൽ ട്വിസ്റ്റഡ് പെയർ വയറിന്റെ ഒരു പിക്ചറാണ്. ഏറ്റവും അകത്ത് കോപ്പർ വയർ ആണ്. അതിനെ സംരക്ഷിക്കാൻ ഒരു ഇൻസുലേഷൻ ഉണ്ട്, അതിനെ സംരക്ഷിക്കാൻ ഒരു ഡൈ ഇലക്ട്രിക് ഇൻസുലേഷൻ ഉണ്ട്. ഇതിന് ഒരു മെറ്റാലിക് ഷീൽഡാണ്. ഇത് ഒരു ജാക്കറ്റാണ്. പൊതുവേ നമ്മൾ ജാക്കറ്റാണ് ആദ്യം കാണുന്നത്. അതാണ് ബ്ലാക്ക് കളറിലോ നീല കളറിലോ ഒക്കെ കാണുന്നത്. ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റിനും ഓരോരോ ജോലിയുണ്ട്. അതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും കോംപ്ലക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുമില്ല. മെയിനായിട്ട് ട്വിസ്റ്റഡ് പെയർ യൂസ് ചെയ്യുന്നത് ഡാറ്റ അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്മിഷൻ ആണ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് ഒരു ഹോമിൽ നെറ്റ്വർക്ക് ഡിവൈസസ് കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസിൽ നെറ്റ്വർക്ക് ഡിവൈസസ് കണക്ട് ചെയ്യാനൊക്കെയാണ് ട്വിസ്റ്റഡ് പെയർ വയർ യൂസ് ചെയ്യണം. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ട്വിസ്റ്റഡ് പെയർ വയർ സൂട്ടബിൾ അല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഫോൺ ചെയ്യാൻ സാധ്യമാണല്ലോ, അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോസിബിൾ ആവുന്നു? ട്വിസ്റ്റഡ് പെയർ വയറിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസ് കാരണം നോയ്സ് വരികയും ആ ഡാറ്റ കറപ്റ്റായി പോവുകയും ചെയ്യും. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ട്വിസ്റ്റഡ് പെയർ വയറിലെ ഒരു നിശ്ചിത ഏരിയ കഴിയുമ്പോൾ ഒരു റിപ്പീറ്റർ വെക്കും. റിപ്പീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അങ്ങനെയാണ് ട്വിസ്റ്റഡ് പെയർ വയർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ റിപ്പീറ്റേഴ്സ് റെഗുലർ ഇന്റർവെല്ലിൽ യൂസ് ചെയ്യുന്നത് കാരണം ഈ സെറ്റപ്പ് വളരെ എക്സ്പെൻസീവ് ആണ്. കൂടാതെ അത്രയ്ക്ക് സെക്യൂരിറ്റി ഒന്നും ട്വിസ്റ്റഡ് പെയർ വയർ കേബിളിലെ ഡാറ്റ ട്രാൻസ്മിഷൻ നമുക്ക് നൽകുന്നുമില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കേബിൾ ആണ് കോയാക്സിയൽ കേബിൾ. അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഒരു കോപ്പർ വയറാണ്. അതിൻ്റെ മുകളിൽ ഒരു ഡൈ ഇലക്ട്രിക് ഇൻസുലേറ്റർ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ ഷീൽഡ് ഉണ്ട്. പിന്നെ ഒരു ബ്രേഡഡ് ഷീൽഡുണ്ട്. പിന്നെ ഒരു ഔട്ടർ ജാക്കറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈ അലുമിനിയം ഷീൽഡും ഇൻസുലേറ്ററും കോപ്പർ വയറുമാണ്. കോയാക്സിയൽ കേബിളിൽ ഈ ഇൻസുലേഷൻ യൂസ് ചെയ്യുന്ന കാരണം അധികം ഇലക്ട്രിക്കൽ ഇൻ്റർഫിയറൻസ് ഒന്നും നടക്കില്ല. കൂടാതെ തന്നെ കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയാണ്. കോയാക്സിയൽ കേബിളിൽ കൂടെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ഒരുമിച്ച് സെൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് കോയാക്സിയൽ കേബിൾ യൂസ് ചെയ്യുന്ന മെട്രോപോളിറ്റൻ സിറ്റീസിൽ കേബിൾ TV സിസ്റ്റംസിലാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ DTHൻ്റെ ആൻറ്റിനയിൽ നിന്ന് DTHൻ്റെ സെറ്റ് ഓഫ് ബോക്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കോയാക്സിയൽ കേബിൾ വെച്ചാണ്. കോയാക്സിയൽ കേബിൾ ഓഷ്യൻ്റെ അടിയിൽ കൂടെയും ലേക്സിൻ്റെ അടിയിൽ കൂടെയും അണ്ടർഗ്രൗണ്ടിലൊക്കെ ഇൻസ്റ്റലേഷൻ വളരെ ഈസിയാണ്. കാരണം ഒന്നിൽ കൂടുതൽ കോയാക്സിയൽ കേബിൾ എടുത്ത് ബണ്ടിൽ ചെയ്ത് ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇടാൻ വളരെ ഈസിയാണ്. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോയാക്സിയൽ കേബിൾ ട്വിസ്റ്റഡ് പെയർ കേബിളിനെക്കാട്ടും വളരെ എക്സ്പെൻസീവാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കേബിൾ ആണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ ഫിലമെൻറ്റ്സ് ഓഫ് ഗ്ലാസ് ഫൈബർ വെച്ചാണ്. അതായത് ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ തിക്നെസ് ഹ്യൂമൻ ഹെയറിന് അത്രയേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ്. ഈ കമ്പോണൻസ് എല്ലാം ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി സ്ട്രെങ്ത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ ഉള്ളിൽ കൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ആയാലും അനലോഗ് സിഗ്നൽ ആയാലും ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ലൈറ്റ് എനർജി ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൽ കൂടെ കടത്തിവിടും.
ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത ലൈറ്റ് എനർജി റിഫ്ലക്റ്റ് ചെയ്ത് അതർ എൻഡിലേക്ക് ട്രാവൽ ചെയ്യും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതായത് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൽ കൂടി ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് എനർജി ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം ഒരുപാട് ഡാറ്റ ഒരുമിച്ച് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇന്ന് അവൈലബിൾ ആയ ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയയും ഫൈബർ ഒപ്റ്റിക്കൽ കേബിളാണ്. നമ്മുടെ ഇൻ്റർനെറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെയാണ്. ഇതാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിന് ഒരു വിധത്തിലുള്ള ഇലക്ട്രിക്കൽ നോയ്സോ ഇലക്ട്രോണിക് നോയ്സോ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസോ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എറർ റേറ്റ്സ് വളരെ കുറവാണ്. ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ട്രാൻസ് അറ്റ്ലാന്റിക് കമ്മ്യൂണിക്കേഷന് ഒരുപാട് യൂസ് ചെയ്യുന്നത്. ട്രാൻസ് അറ്റ്ലാന്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദി പോർഷൻസ് ആണ് അമേരിക്കയും യൂറോപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്ന. ലോകത്ത് തന്നെ ഏറ്റവും ട്രെച്ചറസ് ആയ വാട്ടർ ഏരിയയാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. സോ അതിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോസിബിൾ ആകുന്നത് ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇൻസ്റ്റാളേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഒടിഞ്ഞു പോകും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മീഡിയ ഈസ് അൺഗൈഡഡ് മീഡിയ. അൺഗൈഡഡ് മീഡിയയിൽ ഒരു തരത്തിലുമുള്ള കേബിളിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഇതിൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ടെറസ്ട്രിയൽ മൈക്രോവേവ് ആണ്. ടെറസ്ട്രിയൽ മൈക്രോവേവ് ഹൈ സ്പീഡ് റേഡിയോ സിഗ്നൽസ് യൂസ് ചെയ്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ റേഡിയോ സിഗ്നൽസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിലായിരിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ റിലേ സ്റ്റേഷൻസ് ഉണ്ടാവും. ഒരു ഡാറ്റ ഒരു റിലേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു റിലേ സ്റ്റേഷനിലേക്ക് ലൈൻ ഓഫ് സൈറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു റിലേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു റിലേ സ്റ്റേഷനിലേക്ക് ഓൾമോസ്റ്റ് 30 മൈൽസ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ മോഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷനിൽ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. മെയിൻലി ടെറസ്ട്രിയൽ മൈക്രോവേവ്സ് യൂസ് ചെയ്യുന്നത് ഹൈ വോളിയം ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ലോങ് ഡിസ്റ്റൻസിനാണ്. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നലിന് ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സിഗ്നൽസിന് എർത്തിൻ്റെ കർവേച്ചറിലൂടെ ബെൻഡ് ചെയ്ത് ട്രാവൽ ചെയ്യുക പോസിബിൾ അല്ല. നെക്സ്റ്റ് വൺ ഈസ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിനെ കുറിച്ച് 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതി. 1, റേഡിയോ വേവ്സ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. 2, റേഡിയോ വേവ്സിന്റെ വേവ് ലെങ്ത് 1 മില്ലിമീറ്റർ തൊട്ട് 1 lakh കിലോമീറ്റർ വരെയാണ്. 3, റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ഓഫ് മീഡിയ ഇൻ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോവേവ്. മൈക്രോവേവിനെ കുറിച്ചും നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. 1, മൈക്രോവേവ് ഒരു റേഡിയോ വേവ് ആണ്. റേഡിയോ വേവ് ഒരു വെരി ലാർജ് സ്പെക്ട്രം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിൽ ഒരു നിശ്ചിത വേവ് ലെങ്ത് തൊട്ട് നിശ്ചിത വേവ് ലെങ്ത് വരെയുള്ള റേഡിയോ വേവിനെ മൈക്രോവേവ് എന്ന് പറയുന്നു. രണ്ടാമത്, ഇനി എന്താണ് ഈ വേവ് ലെങ്സ്? 1 മീറ്റർ തൊട്ട് 1 മില്ലിമീറ്റർ വരെയുള്ള വേവ് ലെങ്തിനെയാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. ആ വേവ് ലെങ്ത് ഉള്ള മൈക്രോവേവിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 300 മെഗാഹെർട്സ് തൊട്ട് 300 ജിഗാഹെർട്സ് വരെ. 3, മൈക്രോവേവ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ മൊബൈൽ, റഡാർ സിസ്റ്റംസ്, റേഡിയോ ആസ്ട്രോണമി, നാവിഗേഷൻ, സ്പെക്ട്രോസ്കോപ്പി, ഇവിടെയെല്ലാം മൈക്രോവേവ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് ലൈറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ, സയന്റിഫിക് ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻസിലാണ്. ഒരു എക്സാമ്പിൾ നൈറ്റ് വിഷൻ ഡിവൈസസ് ആണ്. നിങ്ങൾ നാഷണൽ ജിയോഗ്രഫിക്കലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആനിമൽസ് രാത്രി നടന്നു പോകുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും അത് ഇൻഫ്രാറെഡ് വേവ്സ് വഴിയാണ്. നമ്മൾ വിസിബിൾ ലൈറ്റ് വെച്ചാണ്, സാധാരണ ലൈറ്റ് വെച്ചാണ് ഈ ആനിമൽസിനെയൊക്കെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ആനിമൽസിന് അത് കണ്ട് ഓടിപ്പോകും. പക്ഷേ ഇൻഫ്രാറെഡ് ലൈറ്റ് ആനിമൽസിന് കാണാൻ പറ്റില്ല. പക്ഷേ നൈറ്റ് വിഷൻ ഡിവൈസസിന് അത് കാണാൻ പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് അഥവാ ഇൻഫ്രാറെഡ് ഹോമിംഗ്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മിസൈൽ ഗൈഡൻസ് സിസ്റ്റത്തിലാണ്. അതായത് നമുക്കൊരു മിസൈൽ ഉണ്ട്, ആ മിസൈൽ വെച്ച് നമുക്കൊരു ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നശിപ്പിക്കണം. അപ്പോൾ നമ്മൾ ആ ടാർഗറ്റ് എന്തെങ്കിലും ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഫ്രാറെഡ് ലൈറ്റ് ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മിസൈൽസിനെ ആ ടാർഗറ്റിലേക്ക് വിടും. അതിനെയാണ് ഇൻഫ്രാറെഡ് ഹോമിംഗ് അഥവാ ഇൻഫ്രാറെഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒരു സോളാർ പവേർഡ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിലെ ഒരു സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ നിന്ന് സിഗ്നൽ റിസീവ് ചെയ്യുക, അതിനെ ആംപ്ലിഫൈ ചെയ്യുക,
എന്നിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ്സ് ഒരു റിലേ സ്റ്റേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് സാറ്റലൈറ്റ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയം. സാറ്റലൈറ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ വോളിയം ഡാറ്റ ഓർ വോയിസ് ട്രാൻസ്മിഷൻ ആണ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, നമ്മൾ സാറ്റലൈറ്റിന് പകരം ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ആൻറ്റിനാസ് നിർമ്മിക്കേണ്ടി വരും, അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻസ് നിർമ്മിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ സാറ്റലൈറ്റ് ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് സാറ്റലൈറ്റിന്. ഒരു സാറ്റലൈറ്റ് നിർമ്മിക്കാൻ ഒരുപാട് ടെക്നിക്കൽ എക്സ്പെർട്ടീസ് വേണം, അത് വളരെ കോസ്റ്റ്ലി ആണ്. ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 7 to 10 years ആണ്. കൂടാതെ തന്നെ എന്തെങ്കിലും വെതർ കണ്ടീഷൻ ഇഷ്യൂസോ സോളാർ ആക്ടിവിറ്റീസോ നടന്നു കഴിഞ്ഞാൽ അതെല്ലാം സാറ്റലൈറ്റ് സിഗ്നൽസിനെ ബാധിക്കും. നമ്മളൊന്ന് നോക്കിയാൽ മതി, ചില സമയങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുന്ന കാർമേഘമുള്ള സമയത്ത് നമ്മുടെ DTH ആണെങ്കിൽ TV കട്ടായി പോകും. അത് ഈ ഇഷ്യൂ കൊണ്ടാണ്. പിന്നെ സാറ്റലൈറ്റിൻ്റെ സിഗ്നൽസ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വിടുന്നത് കാരണം ആ സിഗ്നൽസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാം. അതുകൊണ്ട് ആ സിഗ്നൽസിലുള്ള ഡേറ്റ വേറൊരു ഹാക്കറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ മലീഷ്യസ് ആക്ടിവിറ്റിക്കോ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഈ സിഗ്നൽസ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്താണ് സാറ്റലൈറ്റിലേക്ക് വിടുന്നതും സാറ്റലൈറ്റിൽ നിന്ന് എർത്തിൻ്റെ സ്റ്റേഷനിലേക്ക് വരുന്നതും. നെക്സ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കമ്പ്യൂട്ടേഴ്സിനെയാണ്. അത് സെർവേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ഒക്കെ ആവും, അത്രയേ ഉള്ളൂ. ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് മോഡലിലെ ലാസ്റ്റ് കോമ്പണൻ്റ് ആണ് ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ. പേര് പറയുന്നത് പോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർസ് ആൻഡ് പ്രോഗ്രാംസിനെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് 2 ഡ്യൂട്ടിയാണ് ഉള്ളത്. ഒന്ന്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. 2, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, അതിനെ മാനേജ് ചെയ്യുക. ഇനി എന്തൊക്കെ കൂടിയാണ് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ആവുന്നത്? അതൊരു ടെലികമ്മ്യൂണിക്കേഷൻ മോണിറ്റർ ആവാം, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് കമ്പോണൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാക്കേജ് ആവാം. ഈ പേരുകളെല്ലാം ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിലൊന്ന്, ഈ ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിലുള്ള ഏത് കോമ്പോണൻറ്റിന് വേണമെങ്കിലും റിസൈഡ് ചെയ്യും. അങ്ങനെ റിസൈഡ് ചെയ്തുകൊണ്ട് ഈ ടെലികമ്മ്യൂണിക്കേഷൻ കൺട്രോൾ സോഫ്റ്റ്വെയറിന് കുറേ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, പെർഫോമൻസ് മോണിറ്ററിംഗ്. ഒരു നെറ്റ്വർക്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ആക്ടിവിറ്റി മോണിറ്ററിംഗ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലും ഹാക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, മലീഷ്യസ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്നൊക്കെ അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. പ്രയോറിറ്റി അസൈനിങ്, ചില ഡാറ്റ ട്രാൻസ്മിഷൻ പ്രയോറിറ്റി വൈസിൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ഡാറ്റ ട്രാൻസ്മിഷനൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ആ ഡാറ്റ ട്രാൻസ്മിഷൻസ് ഒക്കെ ആദ്യമേ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക. ട്രാൻസ്മിഷൻ എറർ കറക്ഷൻ, ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എറേഴ്സ് സംഭവിക്കാം, നോയ്സ് ഒക്കെ വരാം, അതെല്ലാം കറക്റ്റ് ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് നെറ്റ്വർക്ക് പ്രോബ്ലം മിറ്റിഗേഷൻ, ഈ നെറ്റ്വർക്കിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കറക്റ്റ് ചെയ്യുക. ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് നമുക്ക് ഒരുപാട് സപ്പോർട്ട് സർവീസസ് തരുന്നുണ്ട്. അതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആക്കും. അതിലെ ഫസ്റ്റ് സർവീസാണ് ട്രാഫിക് മാനേജ്മെൻറ്റ്. അതിലൂടെ നെറ്റ്വർക്കിലെ എല്ലാ റിസോഴ്സും മാനേജ് ചെയ്യുകയും നെറ്റ്വർക്കിലെ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് നെറ്റ്വർക്ക് റിസോഴ്സസ്? സ്വിച്ച്, റൗട്ടർ, ഹബ്ബ് എല്ലാം നെറ്റ്വർക്ക് റിസോഴ്സസ് ആണ്. ഇനി ഡാറ്റ കൺജഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്രാഫിക് കൺജഷൻ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? ഒരു നെറ്റ്വർക്കിലൂടെ ഒരുപാട് ഡേറ്റ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ കൺജഷൻ ഉണ്ടാകും. ഒരു റോഡിൽ കൂടെ ഒരുപാട് കാറ് വരുമ്പോൾ അവിടെ കൺജഷൻ ഉണ്ടാവുന്നത് പോലെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ആ ഡാറ്റയെ കടത്തിവിടും. ഏത് ചാനലിൽ കൂടിയാണ് കറക്റ്റായിട്ട് പോകുന്നത് അതെല്ലാം ചെയ്യുന്നത് ഈ ട്രാഫിക് മാനേജ്മെൻറ്റ് സർവീസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സെക്കൻഡായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് സെക്യൂരിറ്റിയാണ്. പ്രൊവൈഡ്സ് ഓത്തൻറ്റിക്കേഷൻ. ആര് ഈ നെറ്റ്വർക്കിലേക്ക് ലോഗിൻ ചെയ്യണം, ആർക്കൊക്കെ ലോഗിൻ ചെയ്യാൻ പാടില്ല, ലോഗിൻ ചെയ്ത ആൾ കറക്റ്റ് വ്യക്തിയാണോ എന്നെല്ലാം നോക്കുന്നത് ഈ സെക്യൂരിറ്റി സർവീസാണ്. പിന്നെ എൻക്രിപ്ഷൻ, ഡാറ്റ നമ്മൾ വെറുതെ നെറ്റ്വർക്കിലൂടെ അയച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് ക്യാപ്ചർ ചെയ്ത് റീഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഈ ഡാറ്റ ക്യാപ്ചർ ചെയ്താൽ തന്നെ അവർക്ക് ജിബ്രിഷ് ആയിട്ടേ തോന്നുള്ളൂ. അതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഡാറ്റയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഓഡിറ്റ് ഫംഗ്ഷൻ, ആരൊക്കെ നെറ്റ്വർക്കിൽ ലോഗിൻ ചെയ്തു, ആരൊക്കെ നെറ്റ്വർക്കിൽ ലോഗിൻ ചെയ്തില്ല, ആരൊക്കെ നെറ്റ്വർക്കിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് ഫെയിലായി, എല്ലാ കാര്യങ്ങളും. പിന്നെ എൻഫോഴ്സസ് സെക്യൂരിറ്റി പോളിസീസ്,
എല്ലാ കമ്പനികൾക്കും ഒരു സെക്യൂരിറ്റി പോളിസീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണം, ആ വ്യക്തിക്ക് കമ്പനിയിലെ എല്ലാ ഫയലുകളും എല്ലാ സീക്രട്ട് ഡീറ്റെയിൽസും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അതൊന്നും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. വേറെ ഒരു CEO ആണെങ്കിൽ ആ കമ്പനിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റയും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവും. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം എന്ന് ഒരു സെക്യൂരിറ്റി പോളിസി ഉണ്ടാക്കി അത് നെറ്റ്വർക്കിൽ എൻഫോഴ്സ് ചെയ്യിക്കുന്ന ജോലിയും സർവീസും ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ സെക്യൂരിറ്റി സർവീസാണ് നൽകുന്നത്. തേർഡ് പോയിന്റ്, നെറ്റ്വർക്കിംഗ് മോണിറ്ററിംഗ്. നെറ്റ്വർക്ക് മോണിറ്ററിങ്ങിൽ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, നെറ്റ്വർക്കിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുക, അതിനെ കണ്ടുപിടിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അയക്കുക, കൂടാതെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി മാനേജ്മെൻറ്റ്. ഒരു നെറ്റ്വർക്കിൽ കൂടെ ഇന്ന് 100 യൂസേഴ്സ് ഉണ്ട്. ആ 100 യൂസേഴ്സ് ഒരു 10 GB ഓഫ് ഡാറ്റ പെർ സെക്കൻഡിൽ യൂസേജ് നടക്കുന്നുണ്ട് ആ നെറ്റ്വർക്കിൽ. ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ആ 100 യൂസേഴ്സ് വേണമെങ്കിൽ 10,000 യൂസേഴ്സ് ആകും. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി 15% ആണെങ്കിൽ സ്വാഭാവികമായും ഈ 10,000 യൂസേഴ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ട്രാഫിക് ആ നെറ്റ്വർക്കിലൂടെ സ്മൂത്തായിട്ട് പോകില്ല. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്ത് നെറ്റ്വർക്കിനെ കമ്പനിയുടെ അല്ലെങ്കിൽ യൂസേജ് അനുസരിച്ച് ഗ്രോ ചെയ്യുക, ചേഞ്ചസ് ചെയ്യുക, അതിന് വേണ്ടി പ്ലാൻ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് കപ്പാസിറ്റി പ്ലാനിങ് സർവീസ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ഇത്രയും സർവീസ് ടെലികമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് മോഡൽ. അടുത്ത വീഡിയോ തൊട്ട് കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. So see you at the next video. All the best you guys. Take care.